അംബികാഹൃദയാനന്ദം മാതൃഭിഃ പരിവേഷ്ടിതം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഹരിഹരസുരവൃന്ദം പോലും ഇന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ. വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാടമർന്നീടുമമ്മേ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്മനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം സ്ഥാപക ഹരിം പരം നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തസ്തഷ്ണാത് ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥ്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോവരിമൃധാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ധർമ്മപ്രോച്ഛിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തത്ക്ഷണാത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം
പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ യം പ്രവ്രജന്തമനുപേതമാപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി പ്രചോദിതായേന പുരാ സരസ്വതീ വിതന്വദാചസ്യ സതീം സ്മൃതിം ഹൃദി സ്വലക്ഷണാ പ്രാദുരഭൂത്കിലാസ്യത സമേ ഋഷീണാം ഋഷഭ പ്രസീദതാം ഭൂതൈർമഹദ്ഭിയ ഇമാ പുരോ വിഭുർനിർമായശേതേ യദമൂഷു പൂരുഷ വന്ദേ നന്ദൗ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈ യഥാമതിത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ ജ്ഞാനപ്രദത്വേന ഗുരുത്വമേതി ജ്ഞാനഗ്നിസഖ്യേന ചയന്മരുത്വം തത്പത്തനേശ സുപുരപ്രഭാവം മയ്യജ്ഞവര്യേ പ്രകടീകരോതു യോഗേന്ദ്രാണാം ത്വദംഗ്വേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് നവമസ്കന്ധം ശ്രീരാമാവതാരം. സൽസേവ്യനാമവൻ ഭാഗ്യവാനാകയാൽ ലോകൈകനായകനായ നാരായണൻ ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ. ലോകരക്ഷാർത്ഥം അവനുടെ പുത്രനായി നാരായണൻ രാമനാമം പൂണ്ടവതരിച്ചിടിനാൻ. രാമസഹോദരന്മാരുണ്ടു 3 പേർ, ശത്രുഘ്ന ലക്ഷ്മണന്മാരും ഭരതനും ഉത്തമന്മാരവർ രാമനോടൊക്കുമേ. രാമാവതാര കഥകളും കൗശികമാമുനി തന്നോടുകൂടെ ഗമിച്ചതും താടകയെ കൊന്നു യാഗവും രക്ഷിച്ചു കേടഹല്യയ്ക്കു കളഞ്ഞു രക്ഷിച്ചതും വില്ലുമുറിച്ചതും സീതയെ വേട്ടതും കല്യനാം ഭാർഗവൻ തന്നെ ജയിച്ചതും താതവചനേന കാടകം ബുക്കതും പ്രീതനായി ചിത്രകൂടാചലേ വാണതും രാക്ഷസി തന്നെ വിരൂപണം ചെയ്തതും രൂക്ഷരായുള്ള ഖരാദിയെ കൊന്നതും
രാവണനാൽ അപഹൃതയാം സീതയെ കാനനം തോറും തിരഞ്ഞു നടന്നതും സുഗ്രീവ സഖ്യം കഴിച്ചതും ബാലിയ നിഗ്രഹം ചെയ്തതും സേതു ബന്ധിച്ചതും രാവണൻ തന്നെ സകുലം വധിച്ചതും പാവകശുദ്ധയാം ദേവിയെ വീണ്ടതും രാജ്യാഭിഷേകവും ചെയ്തു ജനങ്ങളാൽ പൂജ്യനായി രാജ്യവും പാലിച്ചു വാണതും ഭാര്യയെ കാനനം തന്നിൽ കളഞ്ഞതും കാര്യം കഴിച്ചാത്മലോകം ഗമിച്ചതും ഇത്തരം നാരായണൻ കഥയൊക്കെയും വിസ്തരിച്ചത്യന്തരമ്യമായി തഥാ മുന്നം മഹാമുനി വാൽമീകി തീർത്തതും മൂന്നു ലോകത്തിലും വ്യാപിച്ചിരിക്കയാൽ ഉത്തമതാപസന്മാരരുൾ ചെയ്തിട്ടു പൃഥ്വീപതേ കേട്ടിരിക്കുമല്ലോ ഭവാൻ എന്നതുകൊണ്ടത് വിസ്തരിക്കുന്നതില്ലെന്നതിനപ്പുറം കേട്ടുകൊള്ളുക ഭവാൻ. രാമചന്ദ്രൻ തന്റെ പുത്രനല്ലോ കുശൻ. കോമളനാമവൻ പുത്രൻ അതിഥിയും പുത്രൻ അവനു നിഷധൻ. തതോ നവസത്തമൻ പുണ്ടരീകാഖ്യൻ അവൻ മകൻ തത്സുതൻ വിന്ദോരലനവൻ തന്നുടനന്ദനൻ വജ്രനാഭൻ തസ്യ പുത്രൻ സ്വഗണനും. പൂജ്യനായുള്ള വിധൃതി തൻ നന്ദനൻ പുത്രൻ അവനു ഹിരണ്യനാഭൻ നൃവൻ. തത്ര ആചാര്യനായി വന്നാനവൻ താനും തത്സുതൻ പുഷ്യൻ ധ്രുവസന്ധി. തത്സുതനല്ലോ സുദർശന ഭൂപതി. തസ്യാഗ്നിവർണ്ണൻ സുതൻ തസ്യ ശീഘ്രനും തസ്യാത്മജൻ മരുവെന്ന നരേശ്വരൻ. സൂര്യവംശം കലികാലം കഴിയുന്ന നേരം നശിച്ചിതു പിന്നെ ഉണ്ടാകുവാൻ കലാപമാം ഗ്രാമേ വസിക്കുന്നവൻ അതിധന്യനവൻ. തമനാമവൻ പുത്രൻ പ്രസുശ്രുതൻ പുത്രനദസന്ധി. തസ്മാദമർഷനൻ പുത്രൻ മഹസ്വാവന്നു വിശ്വസമൻ. പുത്രനവന്നു ബൃഹൽബലവീര്യവാൻ. കൊന്നാനവന വിജയൻ രണാങ്കണേ. ചൊന്നേൻ കഴിഞ്ഞൊരു ഭൂപതിമാരെ ഞാൻ. മേലിലുണ്ടാകുന്നവരെയും ചൊല്ലുവൻ ചാലേ. ബൃഹദ്ബലപുത്രൻ ബൃഹദ്രണൻ തത്സുതനുണ്ടാം ഗുരുക്രിയ ഭൂപതി വത്സനന്നാദിയായ വൃദ്ധനവൻ മകൻ പുത്രൻ പ്രതിവ്യോമനും ഭരതൻ മകൻ പുത്രൻ ദിവാർക്കൻ തഥാ സഹദേവനും പുത്രൻ ബൃഹദശ്വനും സുതൻ ഭാനുമാൻ. പുത്രനവന്നു പ്രതികാശ്യ ഭൂപതി തത്സുതൻ സുപ്രതീകൻ മരുദേവനാം. തത്സുതൻ തത്പുത്രനും സുനക്ഷത്രകൻ പുത്രനുരൂഷകൻ. തസ്യാന്തരീക്ഷനു പുത്രൻ സുതവ സമിത്രജിൽ. തൽസുതൻ തന്നന്ദനൻ ബൃഹദ്ഭോജനവൻ മകൻ പിന്നെ ബൃഹീസുകൃതൻ ജയന്തൻ മകൻ പുത്രൻ രണഞ്ജയൻ ശാക്യനവനും അശുദ്ധോദനസുതൻ ലാംഗലൻ. തത്സുതൻ തസ്യ പ്രസേനജിൽ. തൽസുതൻ സുരഥൻ പുത്രൻ സുരഥനുടൻ വസുമിത്രനും യുദ്ധം ബൃഹദ്ബലവംശമുണ്ടായി വരും. യുദ്ധമീ വംശം സുമിത്രജമായി വരും പൃഥ്വിയിൽ പിന്നെയൊടുക്കം കലിയുഗേ. മുന്നം ഇക്ഷ്വാകുവിൻ പുത്രനാകും നിമി നന്നായി വരിച്ചു യാഗാർത്ഥം വസിഷ്ഠനെ. മുന്നം മഹേന്ദ്രൻ വരിച്ചതു കാരണം നന്നായി അങ്ങ് കഴിച്ചിങ്ങു വന്നിടുവൻ എന്നരുൾ ചെയ്തെഴുന്നള്ളി വസിഷ്ഠനും. മന്നവൻ ഒട്ടുമേ സൗഖ്യം വരായികയാൽ ചുറ്റുനാൾ പാർത്തു വസിഷ്ഠനെ കാണാഞ്ഞു മറ്റു മുനിവരന്മാരെ വരിച്ചുവൻ. യാഗം തുടങ്ങിയ നേരം മഹേന്ദ്രന്റെ യാഗം കഴിച്ചിങ്ങു വന്നു വസിഷ്ഠനും. യാഗം തുടർന്നത് കണ്ടു കുപിതനായി വേഗേന ഭൂപതി തന്നെ ശപിച്ചിതേ. നമ്മയും ധിക്കരിച്ചിത്തരം ചെയ്തൊരു ദുർമതേ, നിന്നുടെ ദേഹം പതിച്ചു പോം എന്ന് ശപിച്ചതു കേട്ടു നരേന്ദ്രനും വന്ന കോപേന ശപിച്ചാൻ വസിഷ്ഠനെ. ലോഭം നിനയ്ക്കയാൽ എന്നെ ഉപേക്ഷിച്ച ലോഭിയാകും തവദേഹവും വീണുപോം. അന്യോന്യമേവം ശപിച്ചാരിരുവരും വന്നിത് അവർക്കു ശരീരപാദം ക്ഷണം. മിത്ര വരുണതനയനായ ഉർവശീപുത്രഭാവേന ജനിച്ചാൻ വസിഷ്ഠനും.
ഭൂപതി തന്നുടെ ദേഹം നശിക്കാതെ താപസന്മാർ പരിപാലിച്ചനന്തരം യജ്ഞം സമർപ്പിച്ചു ദേവതമാരോട് വിജ്ഞാനികളാം മുനികൾ കരുണയാ ഭൂപതി ദേഹം ഉണരുവാൻ അർത്ഥിച്ചു. ഭൂപതി താനതു കേട്ടു ചൊല്ലിയിടിനാൻ, ദേഹം അനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണം ആകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. ദേഹമല്ലോ ശോകകാരണം ദേഹിനാം, ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലമേ ശോകം വരുത്തുവാൻ ആശയുണ്ടാകുമോ. ദേഹമനിത്യം ജരാവ്യാധിഭാജനം മോഹപ്രദം ബന്ധകാരണം ആകയാൽ ദേഹം ത്യജിക്കുന്നു യോഗികളൊക്കെയും. ദേഹമല്ലോ ശോകകാരണം ദേഹിനാം, ആകയാൽ ദേഹത്തിനാഗ്രഹമില്ലമേ ശോകം വരുത്തുവാൻ ആശയുണ്ടാകുമോ എന്നതു കേട്ടരുൾ ചെയ്തു മുനികളും. ഇന്നു ദേഹം വീണമൂലം വിദേഹനായി ഉത്തമനാം ഭവാൻ മനുഷ്യന്മാരുടെ നേത്രങ്ങളിൽ ഇന്നു തൊട്ടു വസിച്ചാലും എന്നാൽ നിമേഷണോന്മേഷങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭവനു നാരായണ 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 എന്നാൽ ഭവാനു യശസ്സുമുണ്ടായി വരും, ജ്ഞാനവുമുണ്ടാം നിനക്കെന്നു കേൾക്കയാൽ മാനവശ്രേഷ്ഠൻ വസിച്ചു നേത്രങ്ങളിൽ. അന്നു തുടങ്ങി നിമേഷണോന്മേഷങ്ങൾ വന്നു നരന്മാർക്കു മുന്നമില്ലാർക്കുമേ. പുത്രനില്ലാഞ്ഞു മുനികൾ നിമിയുടെ ഗാത്രം കടഞ്ഞളവുണ്ടായി. നന്ദനൻ തന്നെ ജനിച്ചതു മൂലം ജനകനായി. പിന്നെ മിഥിലനെന്നാഖ്യമധിക്കയാൽ പിന്നെ വൈദേഹമെന്നാഖ്യ മൂന്നാമതും വന്നു. വിദേഹന്റെ നന്ദനാകയാൽ നല്ല മിഥിലൻ ചമച്ച പുരത്തിനു ചൊല്ലുന്നു നാമം മിഥിലയെന്നേവരും. തൽപുത്രനായതു വീരനുദാവസുതത്പുത്രനു നന്ദിവർദ്ധനൻ എന്നു പേർ. പുത്രൻ സുകേതു പോൽ ദേവരാധനവൻ, പുത്രൻ ബൃഹദ്രഥനെന്നവൻ നന്ദനൻ. തത്തനയൻ മഹാവീര്യൻ സുധൃതി തത്പുത്രനല്ലോ ദൃഷ്ടകേതു തത്പുത്രനും. തസ്യ ഹര്യശ്വൻ മരുവൻ നന്ദനൻ മത്സുതനായാൻ ഒരുവൻ പ്രദീപകൻ. പുത്രൻ കൃതരഥൻ ദേവമീഠൻ, തസ്യ പുത്രൻ അവനുടെ പുത്രൻ വിശ്രുതനും. തത്സുതൻ സ്വർണരോമഹ്രസ്വരോമനാം തത്സുതൻ സീരധ്വജനവൻ നന്ദനൻ. ഭൂമി ഉഴുതിതു യാഗാർത്ഥമായവൻ ഭാമിനി സീതയും. സീരാഗ്രലബ്ധയായി സീരധ്വജാഖ്യനായി വന്നാനവൻ. തഥാ സീരം കരിയെന്നു ഭാഷ ചൊല്ലുന്നിതേ. പുത്രൻ കുരുധ്വജൻ തസ്യ ധർമ്മധ്വജൻ. പുത്രനവനു സുതദ്വയം ജാതമായി. മുന്നം കൃതധ്വജൻ പിന്നെ വിതധ്വജൻ. മുന്നേവനു കേശികേതുവല്ലോ സുതൻ. ഖാണ്ഡിക്യനല്ലോ വിതധ്വജനന്ദനൻ. പാണ്ഡിത്യമേറും കൃതധ്വജനന്ദനൻ. നിർമ്മലജ്ഞാനിയായി ഖാണ്ഡിക്യന് ഏറ്റവും കർമ്മിയായി. തങ്ങളിൽ ചേർച്ചയില്ലായികയാൽ ജ്യേഷ്ഠനെ പേടിച്ചു പോയി ഖാണ്ഡിക്യനും. ജ്യേഷ്ഠനെന്നുണ്ടായി നന്ദനൻ ഭാനുമാൻ. പുത്രൻ ശതദ്യുമ്നനും ശുചിതൻ സുതൻ. പുത്രനവനും സനദ്വാജനാമവൻ. പുത്രനവൻ ഊർധ്വകേതുവാകും നൃപൻ. പുത്രനജൻ കുരുജിത്തവൻ നന്ദനൻ. പുത്രൻ അരിഷ്ടനേമ്യാഖ്യൻ അവനുടെ പുത്രൻ. ശ്രുതായുസ് അവനു സുപാർശ്വകൻ. പുത്രനവൻ മകൻ ചിത്രരഥൻ. അവൻ പുത്രനും ക്ഷേമർദ്ധിയെന്നു പേരായവൻ. ഹേമരഥനവൻ നന്ദനൻ തത്സുതൻ. കോമളനാകിയ സത്യരഥ നൃപൻ. നല്ലൊരുവൻ ഗുരുനന്ദനൻ തത്സുതൻ. തന്മകൻ കല്യാണശീലൻ ഉപഗുപ്തൻ. തസ്യാഗ്നി സംഭവൻ വസ്വനന്ദാഭിധൻ. തത്സുതൻ തസ്യ പുത്രൻ യുയുധാനനും. പുത്രൻ സുഭാഷണൻ തത്തനയൻ ശ്രുതൻ. പുത്രൻ ജയനവൻ. പുത്രൻ വിജയനും. പുത്രൻ ധൃതനവൻ. പുത്രൻ ശുനകനും. ഉത്തമൻ വീതഹവ്യാഖ്യനവൻ മകൻ. പുത്രനവനു ധൃതി ബഹുലാശ്വനാം. പുത്രനവനു തത്പുത്രനല്ലോ കൃതി. ഇങ്ങനെ മൈഥിലന്മാരാ നൃപതികൾ മംഗലന്മാരായ വിജ്ഞാനശാലികൾ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സോമവംശ രാജോത്പത്തി. ചൊല്ലുവൻ സോമവംശത്തിൽ നിന്നുണ്ടായ ചൊല്ലുള്ളിളാത്മജ മുഖ്യരാജാന്വയം.
അത്രി മഹാമുനി പത്മജനന്ദനൻ എത്രയും മുഖ്യൻ പിതൃസമനോർക്കിലോ അത്രി തന്നേത്രത്തിൽ നിന്നാശു ചന്ദ്രനും എത്രയും തേജസ്സ സംഭവിച്ചിടിനാൻ. അത്രി തന്നേത്രത്തിൽ നിന്നാശു ചന്ദ്രനും എത്രയും തേജസ്സ സംഭവിച്ചിടിനാൻ. നക്ഷത്ര വിപ്രൗഷധീശനായി സോമനെ തത്ക്ഷണം കൽപ്പിച്ചു പത്മസമുദ്ഭവൻ. അന്നു ലോകങ്ങൾ ജയിച്ചു ശശാങ്കനും നന്നായി രാജസൂയം കഴിച്ചിടിനാൻ. വീര്യവിത്താതിമതേന ബൃഹസ്പതി ഭാര്യയാം താരയെ കൊണ്ടുപോയാനവൻ ചെന്നു ബൃഹസ്പതി യാചനം ചെയ്തത് നിന്ദയാ സോമൻ കൊടുക്കായിക കാരണമുണ്ടായി വന്ന സുരാസുര സങ്കരം പണ്ടിവണ്ണം രണം കണ്ടതില്ലാരുമേ വൃത്താന്തം ഇത്തരം കേട്ടു വിരിഞ്ചനം തത്ര ചെന്നാശു സമരം വിലക്കിനാൻ. സോമനെ ഭർഷിച്ചുകൊണ്ട് ഗുരുവിന് സോമമുഖിയായ ഭാര്യയെ നൽകിനാൻ. ഗർഭമുണ്ടായത് കണ്ടു ബൃഹസ്പതി ദുർഭഗേ ഗർഭം ത്യജിക്കെന്നു ചൊല്ലിനാൻ. അപ്പോഴേ ഗർഭം ത്യജിച്ചതു താരയും പിൽപ്പാടു ബാലനും ഉജ്ജ്വലിച്ചിടിനാൻ. അന്യൂന ശോഭയെ കണ്ടു ഗുരുവരൻ എന്നുടെ പുത്രൻ ഇവനെന്ന് ചൊല്ലിനാൻ. എന്നുടെ പുത്രൻ ഇവനെന്ന് സോമനും. അന്നവർ തമ്മിൽ വിവാദം മുഴുക്കയാൾ താരയോടാശു ചോദിച്ചതെല്ലാവരും ആരുടെ പുത്രൻ ഇവനെന്നു കേട്ടവളു ഒന്നുമേ മിണ്ടാതെ നിന്നിതു ലജ്ജയോടന്നേരം എത്രയും കോപിച്ചു ബാലകൻ തന്നുടെ മാതാവിനോട് ചൊല്ലിയിടിനാൻ. ഒന്നുമേ മിണ്ടാതെ നിൽക്കുന്നതെന്തു നീ ചൊല്ലുക തന്നുടെ ദോഷങ്ങളൊക്കെയും ഇല്ലിതുകൊണ്ടിനി കുറ്റമേതും ദൃഢം. അന്നേരം ആശു വിരിഞ്ചനും താരയെ മന്ദം വിളിച്ചു ചോദിച്ചാൻ മധുരമായ ആരുടെ പുത്രൻ ഇവൻ എന്നത് എന്നോട് നേരെ പറക നീ കുറ്റമില്ലേതുമേ എന്നതു കേട്ടവൾ ചൊന്നാൾ വിരിഞ്ചനോടിന്നിവൻ ചന്ദ്രതനയൻ എന്നപ്പോഴേ പുത്രനെ ചന്ദ്രനു നൽകി വിരിഞ്ചനും. എത്രയും സൗഖ്യമായി വന്നിതു സോമനും. സോമാത്മജൻ തൻ്റെ ബുദ്ധിദൈർഘ്യം കണ്ട് നാമം ബുധനെന്നു ചൊന്നാൻ വിരിഞ്ചനും. സുന്ദരിയാകും ഇളയിൽ പുരൂരവസ്സെന്നൊരു പുത്രൻ ബുധൻ ഉളവായിത്തേ. അന്നവൻ തന്നുടെ വീര്യ സൗന്ദര്യങ്ങൾ ഇന്ദ്രലോകെ പുകഴുന്നത് കേൾക്കയാൽ കന്ദർപ്പപീഠ പെരുക്കയാൽ ഉർവശി മന്ദമെന്നേ ചെന്നു ഭൂപതി സന്നിധവും മർത്യനു ഭാര്യയായി വന്നിടുകെന്നതും മിത്രാവരുണ ശാപത്തിൻ ബലത്തിനാൽ കാമിച്ചു ചെന്നൊരു നേരം പുരൂരവസ്സാമോദമോട് ചോദിച്ചു മധുരമായി. സർവധൂജനമൗലിരത്നമായി വസിച്ചിടും ഉർവശീ ദേവി തവ സ്വാഗതം ഭവിച്ചിതോ. നിന്നെ കണ്ടതു മൂലം എന്നുടെ ജന്മത്തിനും വന്നിതു നേത്രങ്ങൾക്കും സാഫല്യം മനോഹരേ. നിന്നോടും ഒരുമിച്ചു കാമലീലകൾ ചെയ്യുവാൻ എന്നുള്ളിൽ അഭിലാഷമെത്രയും വളരുന്നു എന്നതു കേട്ട നേരം ഉർവശി താനും ചൊന്നാൾ സുന്ദരാകൃതേ ഞാനും വന്നതിന്നതു തന്നെ. കാമസുന്ദര നിന്നെ കാമിക്കാതിരിക്കുമോ കാമിനീ ജനം ദേവനാരിമാരെന്നാകിലും എന്നതുകൊണ്ടു ഞാനും ഒന്നിച്ചു വാണിയിടുവൻ ഇന്നു ഞാനൊരു വാക്കു ചൊല്ലുവൻ കേൾക്ക ഭവാൻ. ഉണ്ടെനിക്കുന്നു രണ്ടു മേഷബാലന്മാർ അതു കണ്ടാലും ഭവാൻ മമ പുത്രരെക്കാളും പ്രിയം കാത്തുകൊള്ളുക വേണം അവരെ വിശേഷിച്ചും പാർത്ഥിവ ശിഖാമണി. പിന്നെയും ഒന്നു കേൾനി മെത്തമേലെന്നി നിന്നെ നഗ്നനായി കണ്ടിടുകൾ തത്ര ഞാൻ ഗമിച്ചിടും സത്യമെന്നറിഞ്ഞാലും അങ്ങനെ തന്നെയെന്നു ഭൂപതി പ്രവരനും അങ്കനാമണിയോടും ഒന്നിച്ചു വാണിയിടിനാൻ. അന്യോന്യം അനുരാഗം മുഴുത്തു വരികയാൽ ഒന്നിച്ചു കാമലീല ചെയ്തവരഹോരാത്രം ദേവതോദ്യാനങ്ങളിൽ ക്രീഡിച്ചു മരുവിനാർ. കേവലം കാലം പോയതേതുമേ അറിഞ്ഞീല. ഇത്തരം ബഹുകാലം കഴിഞ്ഞോരനന്തരം അത്തലോടുർവശിയെ കാണാഞ്ഞു മഹേന്ദ്രനും ഗന്ധർവന്മാരെ തിരഞ്ഞിടുവാൻ നിയോഗിച്ചു. ഗന്ധർവന്മാരും ചെന്നു രാത്രിയിൽ നൃപാന്തികെ ചെന്നുടൻ മേഷബാലയുഗ്മത്തെ പിടിച്ചപ്പോൾ ഖിന്നത പൂണ്ടു കരഞ്ഞിടിനാർ മേഷങ്ങളും. ഒച്ച കേട്ടതു നേരെ ഉർവശി ചൊല്ലിയിടിനാൾ നിശ്ചയം ചോരർ വന്നു കൊണ്ടുപോയി മേഷങ്ങളെ. അന്ധനാകിയ ഭവാൻ എന്തിപ്പോൾ ഇളകാത്തു ബന്ധുവായ എനിക്കൊരു പുരുഷനില്ലയല്ലോ. നാരിയും പുരുഷനുമല്ലാത്ത ജനങ്ങളെ പാരാതെ വിശ്വസിച്ചാൽ ഇങ്ങനെ വരുമല്ലോ. ഇത്തരം പലവിധം ക്രൂരവാക്യങ്ങൾ കേട്ടു ചിത്തത്തിൽ കോപത്തോടും ഉദ്ധാനം ചെയ്തു നൃപൻ ഖഡ്ഗവുമെടുത്താശു കൂരിരുട്ടത്തു തന്നെ നിർഗമിച്ചതു. ശബ്ദം കേട്ടൊരു ദിക്കു നോക്കി കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്നു നിനച്ചീല വേപതു പൂണ്ടു വാളു വിളക്കി ചെല്ലും നേരം മായയാ മിന്നലൊന്നു നിർമ്മിച്ചു ഗന്ധർവന്മാർ. ആയതാക്ഷിക്കു കാട്ടിക്കൊടുത്തു നരേന്ദ്രനെ മേഷശാപകങ്ങളെ വീണ്ടിട്ടു സരഭസം രോഷേണ നരപതി കൊണ്ടിങ്ങു പോന്നിടിനാൻ. ഉർവശി തന്നെ തൽപ്പേ കാണാഞ്ഞു ദുഃഖത്തോടും ഉർവീശൻ മത്തന്മാരെ പോലെ അങ്ങെല്ലാടവും സഞ്ചരിച്ചുർവശിയെ തിരഞ്ഞു നടക്കുമ്പോൾ അഞ്ചാത കുരുക്ഷേത്രേ ചെന്നിതങ്ങൊരു ദിനം
അന്നേരം സരസ്വതി തീരത്തങ് ഉർവശിയെ മിന്നലെന്നതുപോലെ കണ്ടു ഭൂപതി ശ്രേഷ്ഠൻ ചൊല്ലിനാൻ, മമജായേ നിൽക്ക നിൽക്ക നീ ചെറ്റു ചൊല്ലുവാനുണ്ടു മമ ഗൂഢമായ അവസ്ഥകൾ. എന്നെ നീ വെടിഞ്ഞിടുന്നാകിലോ ഞാനും തവ മുന്നിൽ നിന്നാശു ജീവത്യാഗവും ചെയ്തിടുവൻ. എന്നുടെ ദേഹമിന്നു മൃഗങ്ങൾ തിന്നിടേണം, പിന്നെ ഞാൻ സ്വർഗേ വന്നു നിന്നോട് ചേർന്നിടുവൻ. ഇത്തരം കേട്ട നേരം ഉർവശി ചൊല്ലിയിടിനാൾ, ഇത്തരം ചൊല്ലായികടോ പുരുഷനല്ലോ ഭവാൻ. നാരിമാർക്കില്ല സത്യം സ്നേഹവും അകതാരിൽ ആരെയും അവർക്കില്ല കാര്യസാധ്യമേയുള്ളൂ. നാരിമാരോടും സാലാമൃഗങ്ങളോടും സഖ്യമാരുമേ മോഹിക്കൊല്ല, ചഞ്ചലം അവർ ചിത്തം. ഉൽപ്പല നേത്രന്മാർക്കു കാന്തപുത്രാദികളെ സ്വൽപ്പമാം അർത്ഥത്തിനു കൊല്ലുവാൻ മടിയില്ല. എങ്കിലും ഭവാൻ എന്നോടൊന്നിച്ചു വസിക്കേണമെങ്കിലോ ഗന്ധർവേന്ദ്രന്മാരെ നീ ഭജിച്ചാലും സന്തോഷിച്ചവരെന്നെ തന്നീടും ഭവാനടോ. സന്താപം വേണ്ട, മമ ഗർഭമുണ്ടതു കാൺക. വത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ, സസുഖമൊന്നിച്ചൊരു രാത്രിയിൽ രമിച്ചിടാം. അന്നും ഉണ്ടാകും തവ പുത്രന്മാർ എന്നു ചൊല്ലി മന്ദമെന്നിയെ മറഞ്ഞിടിനാൾ ഉർവശിയും. ചഞ്ചലാക്ഷിക്കു ഗർഭമുള്ളതു കണ്ടു നൃപൻ കിഞ്ചന സുഖത്തോടും മന്ദിരേ ചെന്നു വാണാൻ വത്സരാവധു കുരുക്ഷേത്രം പുക്കൊരു രാത്രി നൽ സുഖം ഉർവശിയോടൊന്നിച്ചു വാണിടിനാൻ. സുന്ദരേ മണിതാനും ഭൂപതി തൻ്റെ കയ്യിൽ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിപ്പോയാൾ. ഗന്ധർവന്മാരെ സ്തുതിച്ചിടിനാൻ നരപതി. ഗന്ധർവന്മാരും അഗ്നിസ്ഥാലിയെ നൽകിയിടിനാർ. എത്രയും ജ്വലിക്കുന്നൊരഗ്നിസ്ഥാലിയെ കണ്ടു ചിത്തവിഭ്രാന്ത്യ നൃപൻ ഉർവശി എന്നോർത്തുടൻ സ്ഥാലിയുമെടുത്തങ്ങു കാനനെ നടക്കുമ്പോൾ സ്ഥാലിയും വരേ വച്ചു തന്നുടെ ഗൃഹം പുക്കാൻ. അന്നല്ലോ ത്രേതായുഗമാരംഭിച്ചതു തത്ര മന്നവനുടെ ചിത്തേ വേദങ്ങൾ മൂന്നായി തോന്നി. പിന്നെ പോയി അഗ്നിസ്ഥാലിയെടുത്തു നരേന്ദ്രനും. പിന്നെ രണ്ടഗ്നിയെയും നിർമ്മിച്ചാൻ അശ്വത്ഥത്താൽ. അരണികൾ മധ്യത്തിൽ വെച്ചുകൊണ്ടു മന്നവൻ മഥനം ചെയ്ത അഗ്നിയെ ജ്വലിപ്പിച്ചാൻ. ജാതവേദാഖ്യയോടും 3 രൂപങ്ങളോടും ജാതനായി അഗ്നി നൃപപുത്രത്വം ഭവിച്ചു തേ. ഒന്നത്രേ വേദം പണ്ട് മുഖ്യമാം പ്രണവം പോൽ ഒന്നത്രേ വർണ്ണമുള്ളു. വന്യം ഒന്നേ ഉള്ളു, ദേവനും ഒന്നേയുള്ളു, കേവലം നാരായണൻ. ഏവം ചൊല്ലുന്നു പുരാണങ്ങളും വേദങ്ങളും. അന്നേവം പുരൂരവസഗ്നിയെ 3 ആക്കിനാൻ. അന്നു തൊട്ടഗ്നി 3 ആയി വന്നിതു യജിപ്പാനായി. വേദവും 3 ആയി വന്നു, വർണ്ണവും 4 ആയി വന്നു. മേദിനീപതിയുടെ വൈഭവം ചിത്രമത്രേ. ഉർവശി ലോകം ഇച്ഛിച്ചുർവീശൻ യജ്ഞാഗ്നിയാൽ സർവദേവേശനാകും ഹരിയെ യജിച്ചുതേ. തത്പുത്രനാകും അഗ്നി കാരണം നൃപശ്രേഷ്ഠൻ അപ്പോഴേ ഗാന്ധർവമാം ലോകത്തെ പ്രവേശിച്ചു. അങ്ങനെ പുരൂരവസാകിയ നൃപതിക്ക് ഭംഗിയിൽ ഉർവശിയിൽ 6 പുത്രന്മാരുണ്ടായി. മുന്നമായുസ്സു ശ്രുതായുസ്സും അസത്യായുസ്സും. പിന്നേവൻ രയൻ, പിന്നെ വിജയൻ ജയൻ താനും. പിന്നെ ശ്രുതായുസ്സിൻ നന്ദനൻ വസുമാൻ പോൽ. നന്ദനൻ ശ്രുതഞ്ജയൻ സത്യായുസ്സിനുമുണ്ടായി. രയനു തനയനായ ഏകനും വിഭുതാനും. ജയനു സുതൻ ഭീമൻ, നന്ദനൻ വിജയനും. ഹോത്രകൻ അവൻ മകൻ, കോമളൻ അവൻ മകൻ. ജന്നുവെന്നറിഞ്ഞാലും തത്പുത്രൻ ബാലകാശ്വൻ. തത്പുത്രൻ കുശനല്ലോ. തത്പുത്രൻ കുശാംബനും. മൂർത്തയൻ വസുദാനും. 4-മൻ കുശനാഭൻ, പിന്നെ കുശാംബനും. ബാലകൻ ഗാധിയല്ലോ. തത്പുത്രി സത്യവതി. ഭാർഗവ നൃജീകൻ തൻ കന്യെ വരിക്കയാൽ യോഗ്യമല്ലെന്നതോർത്തു ഗാധിയും ചൊല്ലിയിടിനാൻ. ശ്യാമൈക കർണങ്ങളായി സഹസ്രവശ്വങ്ങളെ സോമവർണ്ണങ്ങളായി നൽകേണം എനിക്കിപ്പോൾ. കന്യകയ്ക്കുള്ള ശുൽക്കം അങ്ങനെയെന്നു കേട്ടു ധന്യനാമുനി വരുണാന്തികെ ചെന്നു വേഗം തുരകങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി ഭൂപതിക്കു തരസാ നൽകിയിടിനാൻ. വിസ്മയിച്ച നൃപൻ കന്യയെ മുനിവരൻ തനിക്ക് നൽകിയിടിനാൻ. ധന്യനാം മുനിവരൻ ആശ്രമം പുക്കുവാണാൻ. അന്നൊരു ദിനം സത്യവതിയും ഭർത്താവിനെ വന്ദിച്ചു. ജനനിക്കും തനിക്കും പുത്രാർത്ഥമായി ഭക്തിയോട് അപേക്ഷിച്ച നേരത്ത് മുനിവരൻ ചിത്തമോദേന 2 പിണ്ടങ്ങൾ നൽകിച്ചൊന്നാൻ. ഓരോരോ പിണ്ടം നിങ്ങൾ മാറാതെ ഭുജിച്ചാലും പാരതിൽ പ്രസിദ്ധരാം പുത്രന്മാരുണ്ടാം. അതിൽ പുത്രിതൻ പിണ്ടം ഏറ്റവും മുഖ്യമെന്നോർത്തു നിജപുത്രിയോടത് വാങ്ങി ഭുജിച്ചു ജനനിയും. മാതാവിൻ പിണ്ടം അത് പുത്രിയും ഭുജിച്ചതു ചേതസ മുനിവരൻ അറിഞ്ഞു ചൊല്ലിയിടിനാൻ. മന്ത്രപിണ്ഡങ്ങൾ മാറി ഭുജിക്ക നിമിത്തമായി സന്താപം വരും തവ ദൈവകൽപ്പിതമല്ലോ. ക്രൂരനായി വരും തവ നന്ദനൻ അറിഞ്ഞാലും വാരിജേക്ഷണേ തവ സോദരൻ ബ്രഹ്മജ്ഞനാം. എന്നതു കേട്ടു ഭയപ്പെട്ടവൾ ഭർത്താവിനെ നന്നായി പ്രസാദിപ്പിച്ച് ഏറ്റവും അപേക്ഷിച്ചാൾ.
വ്യർത്ഥമായി വരാമമ മന്ത്രം ആകയാൽ തവ പുത്രനന്ദനൻ ക്ഷത്രാചാരനായി വരും നൂനം. അങ്ങനെ സത്യവതി തന്നുട തനയനായി മംഗലാത്മാവാം ജമദഗ്നിയും ഉണ്ടായി വന്നു. ആകയാൽ ഭർത്തൃവാക്യം ലംഘിക്ക നിമിത്തമായി കൗശികീ നദിയായി വന്നിരു സത്യവതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തീസുതാപാലനം. ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ഹരി ഓം തത്സത്.